ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് തന്നെ പോലെ ആക്ട് ചെയ്യുന്നതാണ് ETF. അപ്പോൾ അതിൽ പെട്ടതാണ് ഗോൾഡ് ബീസ്, നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഇൻഫ്രാ ബീസ്. അപ്പോൾ ഇത് ആ സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം ഇപ്പം നമ്മൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ പൊതുവെ പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ്, നിഫ്റ്റി കയറുന്നുണ്ട്, എന്താണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ പോകുന്നുണ്ട്, എൻ്റെ സ്റ്റോക്കുകൾ എന്നാൽ താഴെയാണ്. ഇതിൻ്റെ കാരണം എന്താ? നിഫ്റ്റി എന്ന് പറയുന്നത് NSEയിലുള്ള മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള 50 കമ്പനികളുടെ സൂചിയാണല്ലോ നിഫ്റ്റി. ഇതിലിപ്പോൾ HDFCയും റിലയൻസും കൊടാക്കും മാത്രം മുന്നോട്ട് പോയാലും നിഫ്റ്റി മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങളുടെ സ്റ്റോക്കുകൾ മുന്നോട്ട് പോകുന്നത് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് ഫണ്ടും നിങ്ങളുടെ കൂട്ടത്തിൽ വേണം. അങ്ങനെയുള്ളൊരു ഇൻഡെക്സ് ഫണ്ടാണ് എന്ത്? നിഫ്റ്റി ബീസ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു IT കമ്പനീസിൽ ബുള്ളിഷാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ AI വരുന്നു, പല പല സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്തിൽ വരുന്നു. ഈ IT സെക്ടർ ബുള്ളിഷ് എന്ന് പറഞ്ഞത് മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ബുള്ളിഷ്. അപ്പോൾ അങ്ങനെ IT സെക്ടർ മുന്നോട്ട് പോകാണ്. അത് നിങ്ങൾക്ക് ധാരണയില്ല, ഇൻഫോസിസ് ആണോ ഇനി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വിപ്രോ ആണോ മുന്നോട്ട് പോകുന്നത്, TCS ആണോ എന്നോ ധാരണയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ട്? IT മേഖല മുന്നോട്ട് പോകുമെന്നുള്ള സെക്ടർ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IT ബീസ് അക്വയർ ചെയ്യാം. IT ബീസ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ETF ആണ്. ആ സെക്ടറിനെയാണ് ഈ IT ബീസ് ഫോളോ ചെയ്യുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന സമയത്ത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങാനായിട്ടൊരു ഓർഡർ ഇട്ടല്ലോ. മ്യൂച്വൽ ഫണ്ട് വാങ്ങാനായിട്ട് ഓർഡർ ഇട്ടു. അതിനുശേഷം മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ നമ്മളൊരു 5000 രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയെങ്കിൽ 5000 രൂപ ക്രെഡിറ്റ് ആവുന്നത് നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കണമല്ലോ. ക്രെഡിറ്റ് ആവുന്നത് നമ്മുടെ ബാങ്കിൽ നിന്നാണ്. നേരെ മറിച്ച് ETF ആണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ബൈ ചെയ്യുന്നത്. ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങളൊരു ഊബർ ബുക്ക് ചെയ്യാമെന്ന് കരുതുക. ഊബർ ബുക്ക് ചെയ്യാണ്. ഊബർ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈസ എവിടെ നിന്നാണ് കട്ടാവുന്നത്? ഇപ്പോൾ ഗൂഗിൾ പേ എന്നാണ് കട്ടാവുന്നത്. അപ്പോൾ അതായത് മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കട്ടാവുന്നത് ഗൂഗിൾ പേ എന്നാണ്. എന്നാൽ ഒരു 5 വർഷം മുമ്പ് ഇവിടെ ഊബർ വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഊബറിൻ്റെ വാലറ്റിൽ തന്നെ നമ്മൾ ക്യാഷ് ഇടണമായിരുന്നു. അപ്പോൾ വാലറ്റിൽ കാശ് ഇടുന്ന തന്നെയാണ് നമ്മൾ ഡിമാറ്റിൽ പൈസ ഇടാമെന്ന് പറയുന്നത്. ക്ലാരിറ്റി വന്നോ? ഇപ്പോഴോ ഊബർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് കട്ടാവുന്നത് നമ്മുടെ GPay എന്നാണ്. അപ്പോൾ GPay നിന്ന് കട്ടാവുന്ന പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത്. വാലറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പ്രോസസ്സാണ് ETF നടക്കുന്നത്. കമ്പനിയെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പനി, ഇപ്പോൾ മീഷോ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ IPO എന്ന് പറഞ്ഞ ടൈമിലേക്ക് ഞാൻ കിടക്കാം. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് മീഷോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിനെ പോലെയുള്ള കമ്പനി. ഇവിടെ നിലവിലുള്ള ഒരു കമ്പനിയാണ് മീഷോ. നമ്മളുടെ എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് 2 എക്സ്ചേഞ്ചാണ് ഉള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളൊരു എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ്. ലിസ്റ്റ് ചെയ്യാൻ വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ മീഷോയിലെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കില്ല. മീഷോ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലുണ്ട്, ശരിയാണ്. മീഷോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. കാരണം എന്താ? മീഷോ എന്ന് പറഞ്ഞ കമ്പനി ഇദ്ദേഹം പറഞ്ഞ ടാറ്റ മോട്ടേഴ്സ് പോലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ടാറ്റ മോട്ടേഴ്സിന് സെർച്ച് ചെയ്താൽ ടാറ്റ മോട്ടേഴ്സ് കാണാം. കാരണം ടാറ്റ മോട്ടേഴ്സ് നമ്മുടെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പബ്ലിക് ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് എന്തുണ്ട്? നമ്മുടെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടേഴ്സ് നമുക്ക് സെർച്ച് ചെയ്ത് ടാറ്റ മോട്ടേഴ്സ് വാങ്ങാം. എന്നാൽ മീഷോ എന്ന് പറഞ്ഞ കമ്പനി ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റിംഗ് നടക്കുകയാണ്. അതിനർത്ഥം ഒരു 3 ദിവസം കഴിയുമ്പോൾ മീഷോ താങ്കൾക്ക് എന്ത് ചെയ്യാം? താങ്കളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അവിടെയാണ് കമ്പനി ആക്ച്വലി ജനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് എന്ത്? മീഷോ മാർക്കറ്റിലേക്ക് വരുന്നു. ഫസ്റ്റ് ഡേ മീഷോ മാർക്കറ്റിലേക്ക് വരുന്ന ദിവസത്തെയാണ് നമ്മൾ ലിസ്റ്റിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ മീഷോയുടെ IPOയിൽ പങ്കെടുക്കാം. സ്റ്റോക്കല്ല വാങ്ങുന്നത്, IPOയിൽ പങ്കെടുക്കാം. അപ്പോൾ IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? മീഷോയുടെ സ്റ്റോക്ക് കിട്ടാനായിട്ട് അപ്ലൈ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ അവർ പരിഗണിച്ചതിന് ശേഷം നമുക്ക് മീഷോയുടെ IPO കിട്ടിയാൽ നമുക്ക് ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ കിട്ടും. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ എങ്ങനെയാണ് വാങ്ങുന്നത്? നമ്മൾ സെർച്ച് ചെയ്യുന്നു, ടാറ്റ മോട്ടോഴ്സ് വാങ്ങുന്നു. അപ്പോൾ ഒരു കമ്പനി പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ്, ഇതിന് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റിന് ആൻസറായിട്ട് പറഞ്ഞാണ്. ഇതിന് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. IPO എന്ന് പറയുന്ന 3 ദിവസം ഉള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ നമുക്ക് നമ്മളെ ഗൂഗിൾ പേയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. ഇവിടെയാണ് കമ്പനി ജനിക്കുന്നത്. ഫസ്റ്റ് ഡേ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റാണ് മീഷോ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം. അപ്പോൾ അതിനർത്ഥം ടാറ്റ മോട്ടേഴ്സിന് അതൊരു ദിവസം ഉണ്ടായിരുന്നു, റിലയൻസിന് അതൊരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ കമ്പനിക്കും എന്തുണ്ടായിരുന്നു? ഒരു IPO ഉണ്ടായിരുന്നു. ആദ്യം പിച്ച വെച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു.
അപ്പോൾ അതുപോലെ മീഷോ മാർക്കറ്റിലേക്ക് പിച്ച് വെക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പും കമ്പനി ഇവിടെ ഉണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആവുന്നത് IPOയിലൂടെയാണ്. ഞാൻ ടെക്നിക്കിലേക്ക് പോകുന്നില്ല, വളരെ സിമ്പിൾ ലീമാൻ ലാംഗ്വേജിൽ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി സംശയങ്ങൾ. അതെ, ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ടെക്നിക്കലായിട്ട് പോവാണ് കേട്ടോ, കാരണം ഇതൊരു ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഈ IPO എന്ന് പറയുന്നത് 3 ദിവസം നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് മീഷോ പറയുകയാണ് ഞങ്ങളുടെ കമ്പനി മാർക്കറ്റിലേക്ക് വരികയാണ് ഫോർ എക്സാമ്പിൾ ഡിസംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്പനി ഇപ്പോൾ തന്നെ വാങ്ങാം. അതിനെയാണ് IPO എന്ന് പറയുന്നത്. IPO ഒരു 3 ദിവസം നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രൈസ് ഉണ്ടാവും. അതിന് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ ഇതിന് ആരൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യും, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യും, HNA ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അവരുടെ വിഹിതം ഉണ്ടാവും. നമുക്കും നമ്മുടെ ഒരു വിഹിതമുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു 100 rupees മുതൽ ഒരു 105, അതിന് നമ്മൾ കട്ട് ഓഫ് പ്രൈസ് നമ്മൾ ടിക്ക് ചെയ്തു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എത്ര രൂപക്കാണ്? 100 രൂപക്കാന്ന് കരുതുക. അവിടെ കൊടുത്തിരിക്കുന്ന വില എത്രയാണ്? 100 രൂപ. എന്നാൽ ഈ ഒരു കമ്പനി ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ മാത്രമായിരിക്കും നമ്മുടെ റീറ്റെയിലിൽ പോർഷൻ ഉണ്ടാവുക. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കായിരിക്കും ഒരു കമ്പനിക്ക് എന്തുണ്ടാവുക, റീറ്റെയിലേഴ്സിന് കൊടുക്കാനായിട്ടുണ്ടാവുക. പക്ഷേ ഒരുപാട് ആളുകൾ ഇത് അപ്ലൈ ആണ്. അതായത് കമ്പനിക്ക് എത്ര ഉണ്ടാവുക? ഒരു 10 ലക്ഷം സ്റ്റോക്കുകൾ മാത്രമായിരിക്കും കൊടുക്കാനായിട്ടുണ്ടാവുക. പക്ഷേ ആളുകൾ ഇതിൻ്റെ ഒരു 8 മടങ്ങ് ഓൾറെഡി തന്നെ മീഷോ എല്ലാം തന്നെ ആദ്യത്തെ 1 hour തന്നെ ഫുള്ളി സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ദിവസം തന്നെ 5x സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ? മീഷോ IPO വെക്കുന്നു, 10 ലക്ഷം ആളുകൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ 21 കോടി ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആളുകൾ ഫോർ എക്സാമ്പിൾ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 ലക്ഷം ആണോ ഉള്ളത്, കൂടുതൽ ആളുകൾ ഇതിന് ഓവർ സബ്സ്ക്രൈബാണ്. അപ്പോൾ ആളുകൾക്ക് കിട്ടുമോ? എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുമോ? അവർക്ക് ഇല്ല. അപ്പം പൊതുവേ കമ്പനി ചെയ്യുന്നത് ഒരു ലോട്ടറി സിസ്റ്റം. അതായത് 10 ലക്ഷം ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് ആർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം ഒരു ഒറ്റ ലോട്ട് മാത്രം അപ്ലൈ ചെയ്താലും മതിയാവും. ഒരു പാനിൻ്റെ അണ്ടറിൽ ആണ് ഒരു കൗണ്ടായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ സെറോയിൽ നിന്ന് അപ്ലൈ ചെയ്താലും അപ്സ്റ്റോക്കിൽ നിന്ന് അപ്ലൈ ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തതിന് ശേഷം കുറച്ച് ആളുകൾക്ക് കിട്ടും, കുറച്ച് ആളുകൾക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അൺഓതറൈസ്ഡ് പ്രൈസാണ്. അൺഓതറൈസ്ഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ സെബിയോ മറ്റുള്ള ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും കൺട്രോൾ ചെയ്യുന്ന പ്രൈസല്ല, ഒരു മോഹവില എന്ന് പറയുന്ന ഒരു പ്രൈസാണ്. പക്ഷേ ഇപ്പോൾ ഈ 100 രൂപയൊക്കെയാണ് നമ്മൾ IPO പ്രൈസ് ഉള്ളത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒരു 150 ആയി എങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കുന്നത് 50 രൂപ ഓൾറെഡി തന്നെ ഇതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് അസ്യൂം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്ന് കാണിച്ചു തരുന്ന വെബ്സൈറ്റ്സൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം മീഷോയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണ്. അപ്പോൾ ഓൾറെഡി തന്നെ അവിടെ ഗ്രേ മാർക്കറ്റിൽ വില കാണിക്കുന്നത് 150 രൂപയാണെങ്കിൽ IPO പ്രൈസ് 100 രൂപക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓൾറെഡി തന്നെ 50 രൂപ അവിടെ വർധനവ് വന്നിട്ടുണ്ട്. ആളുകളുടെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. പക്ഷേ ഗ്രേ മാർക്കറ്റിൽ ഇതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല. ഇപ്പോൾ ഒരു IPOയിൽ സംബന്ധിച്ച് ഇതിൻ്റെ വിലേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ QIPകളും HNA ക്ലയൻസും അതുപോലെയുള്ള ഹെഡ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പ്രൈസ് ധാരണയായതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രേ മാർക്കറ്റിൽ പ്രൈസ് ചേഞ്ചസ് ആയത്. പക്ഷേ ഇത് അൺഓതറൈസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഗ്രേ മാർക്കറ്റ് ഇത് വന്നേക്കാമെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് LICയുടെ IPO ഉണ്ടായ സമയത്തും LICക്ക് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല, LICക്ക് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ IPO എല്ലാം തന്നെ വളരെയധികം പാക്ഡ് ആണ്. റീറ്റെയിലേഴ്സ് എല്ലാം തന്നെ വളരെയധികം കൂടുതൽ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് വന്ന IPOs എല്ലാം തന്നെ ലിസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഡേയിൽ നമുക്ക് വാങ്ങാം കേട്ടോ. ലിസ്റ്റിംഗ് ഡേയിൽ നമുക്ക് വാങ്ങാം, തെറ്റൊന്നുമില്ല. ലിസ്റ്റിംഗ് ഡേയിൽ വാങ്ങാം. RET റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനി പോലെ ആക്ട് ചെയ്യുന്നത്. നമുക്കൊരു യൂണിറ്റ് വാങ്ങാം. ത്രൂ ഡിമാറ്റ് തന്നെ നമുക്ക് വാങ്ങാം. പേരെടുത്ത് പറയുകയാണെങ്കിൽ എംബസി പാർക്ക്, ബ്രൂക്ക്ഫീൽഡ് പോലെയുള്ള മേജർ RET കമ്പനീസ് ഇന്ത്യയിലുണ്ട്. നമുക്കൊരു സ്റ്റോക്ക് അക്യൂർ ചെയ്യും പോലെ നമുക്ക് ഈ RETനെ വാങ്ങാം. ഇല്ല, ലോക്കിംഗ് പീരീഡ് ഇല്ല. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടേൺ വരുന്നത്? 2 റിട്ടേണാണ് നമുക്ക് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു
ഡിവിഡൻഡ് കൂടുതലുള്ള ഒരു കമ്പനി വാങ്ങിച്ചെന്ന് കരുതുക. ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ്? ഈ കമ്പനിയുടെ ലാഭവിഹിതം നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. ഈ കമ്പനിയുടെ LTP തന്നെ വർധനവ് വന്ന് നമുക്കൊരു ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നു അല്ലേ. അതുപോലെ തന്നെ REIT കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവരുടെ റെൻ്റൽ ഇൻകം ഡിവിഡൻഡ് രൂപത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. കൂടാതെ തന്നെ ഈ REIT കമ്പനിക്ക് തന്നെ ഒരു LTP ഉണ്ടല്ലോ, ഈ LTP ഡിമാൻഡ് അനുസരിച്ച് വർദ്ധിക്കുന്നു. ഈ രണ്ട് ഒരു 7 to 8% റിട്ടേൺ ഉണ്ട് REIT കമ്പനീസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തിട്ടൊക്കെ കൺഫേം ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ REIT കമ്പനീസ് എന്ന് പറഞ്ഞ കമ്പനീസ് നിലവിലുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അത്ര പോപ്പുലർ അല്ല ഇന്ത്യയിൽ. ഇപ്പോൾ US മാർക്കറ്റിലൊക്കെ REIT കമ്പനീസ് വളരെയധികം പോപ്പുലറാണ്. ഇന്ത്യയിൽ REIT കമ്പനീസ് അത്ര പോപ്പുലർ അല്ല. പക്ഷേ ഇത് സെബി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ 90% റെൻ്റൽ ഇൻകം ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് മാത്രമാണ് പോകുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു, ഇതിൻ്റെ ബ്രൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ചലഞ്ചസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ എന്താണ് ദോഷം കൂടി അറിഞ്ഞിരിക്കണമല്ലോ. 2 ദോഷങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 6000-ലേറെ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. മീഷോ പോലെയുള്ള 6000-ലേറെ കമ്പനീസ് അവൈലബിൾ ആണ്. നമ്മൾ ഏത് കമ്പനി അക്വയർ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഇതിൻ്റെ റിസ്ക് എലമെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിഫ്റ്റി എന്ന് പറഞ്ഞല്ലോ, മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് കമ്പനിയുടെ ആസ്തി അല്ലെങ്കിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ LTP ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ആണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കമ്പനീനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലാർജ് ക്യാപ്പ് കമ്പനീസ് ഉണ്ട്, മിഡ് ക്യാപ്പ് കമ്പനീസ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് കമ്പനീസ് ഉണ്ട്. ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇതേ മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടി രൂപയ്ക്ക് മുകളിലുള്ളതാണ് ലാർജ് ക്യാപ്പ് കമ്പനീസ്. മിഡ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുമ്പോൾ 20,000-നും 5,000-നും ഇടയിലുള്ളതാണ് മിഡ് ക്യാപ്പ് കമ്പനീസ്. സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുമ്പോൾ 5,000-ന് താഴെയുള്ളതാണ് സ്മോൾ ക്യാപ്പ് കമ്പനീസ്. ഇനി ഇതിൻ്റെ റിസ്ക് എലമെൻറ്റിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പോ നമുക്ക് റിസ്ക് എലമെൻറ്റ് വരുത്തുന്നില്ല. കാരണം അവർ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ സിഗരറ്റ് വലിക്കുന്ന ആളുണ്ടാവുക അല്ലേ, ഏത് കമ്പനിയുടെയാണ്? ITC. ഇതേ ITCക്ക് തന്നെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഇതേ ITCക്ക് തന്നെ ആശീർവാദ് ആട്ടയുണ്ട്. അത് വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ്സാണ് ITC എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നത്. ഇനിയിപ്പോൾ റിലയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റിലയൻസ് ഞാൻ പറയേണ്ട കാര്യമല്ലോ, റിലയൻസിന് എത്ര ബിസിനസ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കമ്പനിക്കും വൈവിധ്യമായിട്ടുള്ള ബിസിനസ് ഉള്ള കമ്പനീസാണ് സ്വാഭാവികമായിട്ടും ലാർജ് ക്യാപ്പ്. ഇനി സ്മോൾ ക്യാപ്പ് കമ്പനീസ് ഇപ്പോൾ പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയും. പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്, 1 രൂപയുള്ള സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ 5 രൂപയുള്ള സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ 10 രൂപ താഴെയുള്ള സ്റ്റോക്കുകളുണ്ടോ? ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്തരം കമ്പനീസ് എന്തായിരിക്കാം? ഇതുപോലെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ആവില്ല. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഇതുപോലെ വലിയ മാർക്കറ്റ് ക്യാപ്പോ എല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരം കമ്പനീസിൽ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് മേ ബി ഈ കമ്പനീസ് മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം നമ്മൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ മൾട്ടി ബാഗർ എന്ന് എഴുതുന്നുണ്ടല്ലോ. ഈ 1 രൂപയുള്ള കമ്പനി നാളെ 50 രൂപയോ 100 രൂപയോ ആകുമ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷമോ 60 ലക്ഷമോ ആകും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുന്ന കമ്പനീസിനെയാണ് നമ്മൾ മൾട്ടി ബാഗർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടി ബാഗർ കമ്പനീനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതുപോലെയുള്ള പെന്നി സ്റ്റോക്കുകളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഇവരുടെ ഫിനാൻഷ്യൽസ് നമ്മൾ നോക്കാതെ ഈ കമ്പനി ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് ഇദ്ദേഹം വാങ്ങുന്ന സമയത്ത് ടാറ്റ മോട്ടേഴ്സിൻ്റെ കാറ് റോട്ടിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ള റീസൺ കൊണ്ട് മാത്രമല്ലല്ലോ. ടാറ്റ മോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അല്ലേ. ടാറ്റ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഇവിടെ മാർക്കറ്റിലുള്ള കമ്പനിയാണ്. ഈ ഒരു കമ്പനി ഇവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വിടണം. ഓരോ ക്വാർട്ടർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Q1, Q2, Q3, Q4 അല്ലേ. ഈ ഓരോ ക്വാർട്ടറുകളിലും ടാറ്റ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, ഇവരുടെ ബാലൻസ് ഷീറ്റ് ഹെൽത്തി ആണോ, ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറ് നമ്മൾ കണ്ടിട്ടുന്നതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യാതെ ടെക്നിക്കലി അനലൈസ് ചെയ്യാതെ, എന്താ ടെക്നിക്കലി? ഇപ്പോൾ ചാർട്ട് ഇപ്പോൾ നമ്മളൊരു ടാറ്റ മോട്ടോഴ്സ് ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ അതിനൊരു വിലയുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ നിലവിലുള്ള വില എന്താണ്, ഇനി ഈ വില മുന്നോട്ടാണോ, ഇനി ഈ വില താഴോട്ടാണോ, ഈ വില ഞാനിപ്പോൾ വാങ്ങാനായിട്ട് പോകാണ്, ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടോ, ഈ വിലയിൽ ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങാനായിട്ട്
ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാതെ വാങ്ങുമ്പോഴാണ് ഇതിന് റിസ്ക് എലമെൻ്റ് ഉള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ളത്. പിന്നെ ഗ്രേ ഷെയ്ഡുള്ള രണ്ടാമത്തെ മേഖല ഇൻട്രാഡേ ട്രേഡാണ്. ഇൻട്രാഡേ ട്രേഡിനെ ഞാൻ കുറച്ച് ലിവറേജിലേക്കല്ല, ഇൻട്രാഡേ ട്രേഡിനെ ഞാൻ കുറച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പുകഴ്ത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻട്രാഡേ ട്രേഡ് ഞാൻ പുകഴ്ത്തിയിട്ടുണ്ട്. ഏതൊരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പുകഴ്ത്തിയത്? ലിവറേജ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ മാത്രമാണ് ഞാൻ ഇൻട്രാഡേ ട്രേഡിനെ പുകഴ്ത്തിയിട്ടുള്ളൂ. അതായത് നിങ്ങളൊരു 10,000 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ബ്രോക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാശ് തരും, വേറെ ബ്രോക്കറിന് പലിശ ഒന്നും കൊടുക്കണ്ട എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ഞാൻ ഇൻട്രാഡേ ട്രേഡിനെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തിയിട്ടുള്ളത്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് എന്താ? ഇന്നൊരു സ്റ്റോക്ക് വാങ്ങി ഇന്ന് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിനെ വിൽക്കണം അല്ലേ? അപ്പോൾ അവിടെ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലിന് യാതൊരു പ്രസക്തിയില്ല. അതായത് ഈ സ്റ്റോക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കാനാണ് ഞാൻ, അല്ലാതെ ഞാനിത് റൊക്കം കാശ് കൊടുത്ത് ഹോൾഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ടെക്നിക്കൽസാണ് പ്രാധാന്യം, അപ്പോൾ ഇവിടെ ഇമോഷണലാണ് പ്രാധാന്യം. അപ്പോൾ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ടെക്നിക്കലി സ്ട്രോങ് ആയിരിക്കണം, ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. ഇമോഷണലി സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ആ ഒരു ഫിയർ, നമ്മളുടെ ആ ഒരു ഗ്രീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സപ്രസ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് വേണം. അതിന് നമുക്ക് പല രീതിയിൽ പേരിട്ട് വിളിക്കാം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാം, ഇമോഷണലി നമുക്ക് അറ്റൻഷൻ വേണമെന്ന് പറയാം, ടെക്നിക്കലി സൗണ്ട് ആവണമെന്ന് പറയാം. അതിലുപരി നമ്മൾ സമയം ഇതിന് കൊടുക്കണം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിയുടെ ഇടയിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ജോലിയുടെ ഇടയിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? നല്ല നിലവിലുള്ള ജോലിയിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് ലിവറേജ് തരും എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഇത് അടിപൊളിയാണെങ്കിൽ കൂടിയും അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവഡ് ആണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോൾ 2 നെഗറ്റീവ് ഷെയ്ഡാണ് പറഞ്ഞത്. ഒന്ന്, മോശം കമ്പനീനെ നമ്മൾ ഇത് വലിയ രീതിയിലുള്ളൊരു റിട്ടേൺ കിട്ടുമെന്നുള്ളൊരു ഗ്രീഡ് കൊണ്ട് നമ്മൾ പഠനം ഇല്ലാതെ അക്യൂർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഇൻട്രാഡേ ട്രേഡിൽ നിങ്ങൾ ഫിറ്റ് ആണോ അല്ലയോ എന്ന് ഉറപ്പില്ലാതെ ഇൻട്രാഡേ ട്രേഡിൽ അപ്രോച്ച് ചെയ്യുന്നതും, ഒരു കമ്പനി മോശം കമ്പനിയാണെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് വരില്ലല്ലോ അല്ലേ? അത് പ്രസക്തി തന്നെയാണ്. ഒരു കമ്പനി വന്നതിന് ശേഷം മോശമായിക്കൂടെ? ഇപ്പോൾ ഒരു കമ്പനി വന്ന സമയത്ത് മോശമായിരുന്നില്ല, ഗ്രാജുവലി ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇവരുടെ സിഇഒനെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് അറസ്റ്റിൽ വന്നത്. അതിനിടയിലാണ് ഇവരുടെ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി, ഇവരുടെ പ്ലാന്റിന് തീ പിടിച്ചത്, ഇവരുടെ ലാഭം കുറഞ്ഞ് നഷ്ടത്തിലേക്ക് പോയത്. അങ്ങനത്തെ സിനാരിയോയിൽ എന്താ സംഭവിക്കും? അതൊരു അലാമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാഗ് ആയിട്ടുള്ള കമ്പനിയായിട്ട് മാറാമല്ലോ. വരണമെങ്കിൽ സെബി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് മാത്രമാണ് മാർക്കറ്റിലേക്ക് വരാൻ സാധിക്കുള്ളൂ. പക്ഷെ വന്നതിന് ശേഷം കമ്പനി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പോലെയാണല്ലോ, മനുഷ്യൻ തന്നെ നിയന്ത്രിക്കാനാണ് കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുടെ, ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ CEO റിസൈൻ ചെയ്താൽ തന്നെ സ്റ്റോക്കിൻ്റെ വില താഴെ പോകും. ഒരു കമ്പനിയുടെ CEO റിസൈൻ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ഒരു സിഇഒന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടായാൽ, ഒരു കമ്പനിക്ക് ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായാൽ, ഒരു എക്സാമ്പിൾ പറയാം അല്ലേ, ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ഷോർട്ടേജ് കാരണം എന്ത് സംഭവിച്ചു അല്ലേ? ഒരുപാട് ഡിലേ വന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഇൻഡിഗോയുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് താഴേക്കാണ്. അപ്പോൾ എന്താണോ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അത് ആണെങ്കിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അതിന് ലോങ്ഡ് ആയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ വില താഴേക്ക് ഇടിയും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണം. ഇതിൽ ഒരു അനാലിസിസ് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? ഡിവിഡൻഡ് നല്ല രീതിയിൽ കൊടുക്കുന്ന സ്റ്റോക്ക് അല്ലേ? അപ്പോൾ അത് ഒരു പാരാമീറ്ററാണ്, ഡിവിഡൻഡ് ഈൽഡ്. ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് ഫണ്ടമെൻ്റൽ. അങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സിൽ ഒരു പാരാമീറ്റേഴ്സാണ് എന്താണ്? ഡിവിഡൻഡ്. അപ്പോൾ അതൊരു പാരാമീറ്ററാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി. രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, മാർക്കറ്റ് ക്യാപ്പ് അല്ലേ? മാർക്കറ്റ് ക്യാപ്പ് ബേസിക് ഫണ്ടമെൻ്റൽ പാരാമീറ്ററാണ്. അതിനർത്ഥം താങ്കൾ ഫോർ എക്സാമ്പിൾ ഒരു 40,000 കോടി രൂപക്ക് മുകളിലുള്ളൊരു കമ്പനീനെ മാത്രം ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താങ്കൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് പിക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. വീണ്ടും ഉണ്ട് നമുക്ക് ഇതിൻ്റെ PE റേഷ്യോ ഉണ്ട്, ഇതിൻ്റെ EPS ഏർണിംഗ് പെർ ഷെയർ എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്രീനർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫ്രീ പ്ലാറ്റ്ഫോമാണ്.
താങ്കൾ ആ ഒരു സ്ക്രീനറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഓക്കെ, ഇതാണ് സ്ക്രീനർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇവിടെ താങ്കളൊരു റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ റിലയൻസിന് ആദ്യം കാരണം നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വന്നു, പി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ബുക്ക് വാല്യൂ, കറൻറ്റ് പ്രൈസ്, ഹൈ ലോയും പോട്ടെ, ഡിവിഡൻഡ് ഈൽഡ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, സ്ക്രീനർ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ പാരാമീറ്റർ പഠിക്കണം കേട്ടോ. എന്താണ് പി എന്ന് പഠിക്കണം, എന്താണ് EPS എന്ന് പഠിക്കണം. പി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ടു ഏണിംഗ്. അപ്പോൾ 27.2 ഇത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിൻ്റെ മാത്രം പി കണ്ടാൽ പോരാ, ആ ഒരു സെക്ടറിന് ഒരു പി ഉണ്ടാവും. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ റിലയൻസിൻ്റെ പിയും ICICI ബാങ്കിൻ്റെ പിയും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പി ആണ് ബെറ്റർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം റിലയൻസ് ഒരു എനർജി കമ്പനിയാണ്, ICICI ബാങ്ക് എന്താണ് ഒരു ബാങ്കിങ് സെക്ടറുള്ള കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനീനെ നമ്മൾ പി റേഷ്യോ നോക്കുമ്പോൾ ആ സെക്ടറിൻ്റെ പി നോക്കുക, അതിൻ്റെ ആവറേജ് പിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള പി വരാനായിട്ട് ശ്രമിക്കുക. പി കൂടുതൽ ഉണ്ടാകുക എന്ന് പറയുന്നത് കമ്പനി ഓവർ വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വാരൻ ബഫറ്റ് ഒക്കെ പറയാറുണ്ട്, അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിംഗ് മെത്തേഡിൽ ലോവർ പി ഉള്ള കമ്പനീനെ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പ്രീ എല്ലാം തന്നെ സഫിഷ്യൻറ്റ് പി ആണുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മളുടെ യൂട്യൂബ് എടുക്കുക, അതിനുശേഷം സിയാദ് ഇല്ലിക്കലിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ചാനൽ. ഇന്നലെ Q&A ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്ലേലിസ്റ്റിൽ പോവുക. ഇവിടെ പ്ലേലിസ്റ്റിൽ പോയി ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വെർബലി പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക പല പാരാമീറ്റേഴ്സും മിസ്സിങ് ആവും. അപ്പോൾ അതൊരു ഇൻകറക്റ്റ് ആയിട്ട് വന്നേക്കാം. കാരണം എനിക്ക് എല്ലാം ഒരു ക്ലാസ് പോലും എടുക്കാൻ സാധിക്കില്ലോ. അപ്പോൾ ഇവിടെ പോവുക, ചാനൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോയി ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ പാരാമീറ്റേഴ്സ് എന്താണ് ഈ എക്സാക്റ്റ് മീൻ ചെയ്യുന്നുള്ളത് അവിടെ ഓൾറെഡി തന്നെ ഫ്രീ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പി റേഷ്യോ നമ്മൾ കണ്ടു, ഡിവിഡൻഡ് ഈൽഡ് കണ്ടു, മാർക്കറ്റ് ക്യാപ്പ് കണ്ടു, EPS ഉണ്ട്, ROC ഉണ്ട്, ROE ഉണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സൊക്കെ എക്സാക്റ്റ് എന്താണോ എന്നുള്ളത് വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാം.